മീനോ ചിക്കനോ ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരുണ്ടോ? എങ്കിൽ അവർക്ക് ഈ റെസിപ്പി ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. മുത്തുപോലുള്ള സോയച്ചങ്ക കുക്കറിലിട്ട് 4 വിസിലടിച്ചാൽ മതി. നല്ല വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല മൂപ്പിച്ച് ഇരുമ്പ് പാത്രത്തിൽ സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർത്ത് നല്ല പോലെ വരട്ടി എടുത്തിട്ടുള്ള നല്ല തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് സോയച്ചങ്ക പെരട്ടങ്ങ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തന്നെ നോൺ വെജ് കറിയുടെ ഒരു മണവും ടേസ്റ്റും ഉള്ള ഈ കറി ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇതുപോലെ ചെറിയ സൈസുള്ള സോയ ചങ്ക്സ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഈ സോയ ചങ്ക്സിന് ഒരു പ്രത്യേക മണമുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഈ സോയ ചങ്ക്സ് ഒരു 10 മിനിറ്റോളം ഞാൻ മുക്കി വെക്കുന്നുണ്ടേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. സോയ ചങ്ക്സ് നോക്കുമ്പോൾ അതുപോലെ ചെറുതായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ. സൈസൊക്കെ ഒന്ന് മാറി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. നമുക്കിരുന്ന് നല്ലപോലെ തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം. ഞാനൊരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടേ, എങ്കിലേ ഇതിന്റെ ആ സ്മെല്ല് പൂർണ്ണമായിട്ട് പോയി കിട്ടത്തുള്ളൂ. ഇനി കറിക്ക് വേണ്ടി 2 വലിയ സവാള, 2 ചെറിയ തക്കാളി, ഒരു ചിക്കൻ മാഗി ക്യൂബും കൂടെ എടുത്തിട്ടുണ്ടേ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക്, ഇനി 1 ഇഞ്ച് സൈസ് ഇഞ്ചി കഷ്ണവും 10-12 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ച് വെച്ചേക്കണേ. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വലിയ ജീരകം 1/2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ഒട്ടും കുറയ്ക്കേണ്ട. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളോടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ചേർത്ത്, കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത്, ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത്, കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോയ ചങ്ക്സ് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമ്മുടെ കറിക്കും ആയി പോകും കേട്ടോ. ഇനി ഈ മസാലക്കൂട്ട് സോയ ചങ്ക്സിന്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ കൊണ്ട് പാടാണെങ്കിൽ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മുടെ ഈ സോയ ചങ്ക്സിന് വെള്ളം ഇറങ്ങി വരുവേ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസില്, അങ്ങനെ 4 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. സോയ ചങ്ക്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഒരുപാട് വെന്തുടഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് സോയ ചങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പെരട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലോട്ട് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കണം. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ ഈ സമയം കറിവേപ്പില പകരം രമ്പയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ. ഇപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ. ഇനി ഇതിലോട്ട് ഒരു 10-12 കൊച്ചുള്ളി നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കൊച്ചുള്ളിക്ക് പകരം ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി, എങ്കിലും കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് മുറിച്ച് ചേർത്തതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മസാല കൂട്ടിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് കറിയുടെ ഉപ്പും കൂടെ നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സോയ ചങ്ക് പെരട്ടായിട്ട് ഞാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിപ്പോൾ കറിയായിട്ടാണ് വേണമെങ്കിൽ പേടിക്കണ്ട, കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിന് സമയം ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് കറിയായിട്ട് മാറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ.
ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അങ്ങനെ സോയാചങ്ക് പെരട്ട് റെഡി ആയിട്ടുണ്ടേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സ്പെഷ്യൽ മസാല നല്ല പെരട്ടിയെടുത്ത സോയാചങ്ക് പെരട്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്കിത് കൂട്ടാൻ പറ്റും. ഇരുമ്പൻ ചീനിച്ചട്ടിയിൽ വരട്ടിയെടുത്തതുകൊണ്ട് തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കളറുമാണ് കേട്ടോ. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയെടുക്കാം. സോയാചങ്ക്സ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ, ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അവസാനം ഒരു പിടി ചോറ് ആ ചീനിച്ചട്ടിയിലിട്ട് കുറച്ച് കറി കൂടി ഒഴിച്ച് അതെല്ലാം കൂടെ തൂത്ത് വാരി കുഴച്ചൊരു ഉരുള അങ്ങോട്ട് കഴിക്കാന്ന് കരുതി അങ്ങോട്ട് കുഴച്ചെടുത്തപ്പോഴാണ് എവിടുന്നാന്നറിയില്ല ഒരു കൈ അങ്ങോട്ട് വന്നത്. അവസാനത്തെ ചട്ടിയിൽ ഇതുപോലെ ചോറിട്ട് കുഴച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഇനിയിപ്പോൾ നല്ല ചൂട് ചോറിലോട്ട് നമ്മുടെ സോയാചങ്ക് പെരട്ടും അങ്ങ് ചേർത്ത് തേങ്ങാക്കൊത്ത് ഇടാൻ മറക്കരുത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയോ. നല്ല നോൺ വെജ് കറി കഴിച്ച പോലൊരു ഫീല് നമുക്ക് കിട്ടും. വേറെ ഒരു കറി നമുക്ക് വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിച്ചു തീർക്കാൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് അറിയിക്കണേ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.